മറ്റു വാർത്തകളിലേക്ക് ഇപ്പോൾ കിട്ടിയത് കണ്ണൂർ അടക്കാത്തോട്ടിൽ കടുവ ഇറങ്ങി അതിൻ്റെ വീട്ടുമുറ്റത്ത് കടുവ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതാ കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുന്നു. ഇതിൻ്റെ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ കൂടി ചേരുകയാണ്. അമൽനാഥ്, എവിടെയാണ്, ഏത് പ്രദേശത്താണ്, അടക്കാത്തോട്ടിൽ എവിടെയാണ് ഈ കടുവ ഇറങ്ങിയത്? നേരത്തെ ഇത്തരത്തിൽ കടുവ ഇറങ്ങിയിട്ടുണ്ടോ ഈ സ്ഥലത്ത്? ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, അടക്കാത്തോട്ട് ഒരു വീട്ടിന് മുന്നിലാണ് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തോടു കൂടിയായിരുന്നു ഈ വീട്ടിന് മുന്നിലൂടെ കടുവ പോകുന്ന ദൃശ്യങ്ങൾ അവിടെയുള്ള ഒരു വ്യക്തി പകർത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വാഹനത്തിൽ പോകുമ്പോൾ കടുവയെ കാണുകയായിരുന്നു. ഉടൻ തന്നെ കുറച്ച് ദൂരെയായി വാഹനം നിർത്തി മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി, ഏകദേശം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ അടക്കാത്തോട്ടിലെ വിവിധ പ്രദേശങ്ങളിലായി 4 തവണയാണ് കടുവയെ കണ്ടിട്ടുള്ളത്. ഇവിടെയുള്ള ജനങ്ങൾ വലിയ ഭീതിയിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ കടുവ കഴിഞ്ഞ ദിവസം ഈ വീട്ടുമുറ്റത്ത് കണ്ട കടുവ തൊട്ടപ്പുറമുള്ള ഒരു റബ്ബർ തോട്ടത്തിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങളും നിലവിൽ ലഭ്യമായിട്ടുണ്ട്. അതേസമയം ഈ വീട്ടുമുറ്റത്തിന് സമീപമുള്ള പൊതുവഴിയിലൂടെ ഈ കടുവയെ കണ്ടതിന് കുറച്ചു സമയത്തിന് ശേഷം ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ കടന്നു വന്ന ഒരു വഴിയാണ്. ഇത്തരത്തിൽ ജനങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലത്താണ് കടുവയെ ഇന്നലെ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 4 തവണ കടുവയെ കണ്ടെങ്കിൽ പോലും അത് വനംവകുപ്പിനെ അറിയിച്ച ആ സാഹചര്യത്തിൽ അതൊരു അജ്ഞാത ജീവിയാണ് എന്നൊക്കെ പറഞ്ഞ് തലയൂരുകയാണ് വനംവകുപ്പ് എന്നാണ് അവിടെയുള്ള ജനങ്ങൾ നിലവിൽ പറയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഒരു കൂട് കടുവയെ പിടികൂടാൻ വേണ്ടി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു കൂടും കൂടി വനംവകുപ്പ് സ്ഥാപിക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം ഈ അടക്കാത്തോട് പ്രദേശത്ത് ഇന്ന് വൈകുന്നേരം 4 മണിവരെ നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവിടെ വലിയ ഭീതിയിലാണ് ജനങ്ങൾ കഴിയുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി തുടർച്ചയായ ദിവസങ്ങളിൽ കടുവ ഇറങ്ങിയ പശ്ചാത്തലത്തിലാണോ അമൽനാഥ് പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത്? തീർച്ചയായും അജിംഷാദ്, ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ അടക്കാത്തോട് പ്രദേശത്ത് 4 മണിവരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം പ്രധാനമായും ഇവിടെയുള്ള ജനങ്ങളുടെ തൊഴിൽ എന്ന് പറയുന്നത് ഈ റബ്ബർ ടാപ്പിംഗ്, ഒപ്പം തന്നെ ഈ കശുവണ്ടി ശേഖരണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ വേണ്ടി കഴിയുന്നില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കടുവയെ തുടർച്ചയായി കാണുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് റബ്ബർ തൊഴിലാളികളൊക്കെയാണ് കടുവയെ കാണുന്നത്. പുലർച്ചയ്ക്ക് റബ്ബർ വെട്ടാൻ വേണ്ടി പോകുന്ന സാഹചര്യങ്ങൾ കടുവയെ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ വലിയ ഭീതിയിൽ പുറത്തിറങ്ങുവാൻ വേണ്ടി, സ്വന്തം തൊഴിൽ ചെയ്യാൻ വേണ്ടി പോലും പുറത്തിറങ്ങുവാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വീട്ടിന്റെ മുറ്റത്ത് കടുവയെ കണ്ട ഒരു സാഹചര്യത്തിലാണ് നിലവിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ ഈ കടുവയെ പിടികൂടുവാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് വീണ്ടും രണ്ടാമതൊരു കൂടും കൂടി സ്ഥാപിക്കാൻ വേണ്ടി വനം വകുപ്പ് തയ്യാറായിട്ടുള്ളത്. അജിംഷ, വളരെ ഗൗരവമായ വിഷയം. കണ്ണൂരിൽ അടക്കാത്തോട്ടിൽ കടുവ ഇറങ്ങി വീട്ടുമുറ്റത്ത് ആണ് കടുവയെ കണ്ടത്. മൊബൈലിൽ നാട്ടുകാർ പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അടക്കാത്തോട്ടിൽ നിരവധി വിദ്യാർത്ഥികളടക്കം സ്ഥിരം സഞ്ചരിക്കുന്ന വഴിക്കരികിൽ തന്നെയാണ് കടുവയെ കണ്ടതെന്നത് ഭീതി വർദ്ധിപ്പിക്കുന്നു. ഒപ്പം അടക്കാത്തോട്ടിൽ ഇപ്പോൾ ഇന്ന് 4 മണിവരെ നിരോധനാജ്ഞയും ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങൾ. വലിയ ഗൗരവമായൊരു സാഹചര്യം. ഇതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരങ്ങളാണ് അമൽനാഥ് പാടിച്ചാൽ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.